ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പാണ്ടാണ് നമ്മൾ നല്ല ആറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ബാക്കിണ്ടായിരുന്നല്ലോ. അത് കുറച്ച് നേരമായി എടുത്ത് കൊണ്ടു വെച്ചിട്ട് തണുപ്പ് വിട്ടിട്ടില്ല കേട്ടോ. തണുപ്പ് വിട്ടിട്ട് വിടട്ടേന്ന് കരുതി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അന്ന് മിന്നാനാണെങ്കിൽ എന്നത്തിലേറെ നേരത്തെ പോകും. 8:15 ട്യൂഷനിൽ എക്സാം തുടങ്ങും. അപ്പോൾ കോഴിക്ക് 7:15 ആകുമ്പോഴത്തേക്ക് പോകാരം. അപ്പോൾ തന്നെ അപ്പം ചൊന്നും ചിക്കൻ പിന്നെ ഇന്നലെ വെച്ചിട്ടുണ്ടാവുന്നുണ്ട് അതുണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് പിന്നെ 4 അപ്പത്തിനുള്ളതുണ്ടാവും കേട്ടോ. ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ കഴിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ രാവിലെ എൻ്റെ ഡ്രിങ്കുമായിട്ട് ഇറങ്ങിയിട്ടോ. ഇത് സംഭവം ഇഞ്ചി വെള്ളമാണ്. അതിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതാട്ടോ. ഇനി ചായ ഉണ്ടാക്കണില്ലല്ലോ, ഇന്നത്തേക്കുള്ള വെള്ളം ആക്കണം കേട്ടോ കൊണ്ടുപോകാൻ സ്കൂൾക്ക്. അതിൽ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ, കാരണം നമ്മൾ കൊണ്ടുപോകണ കുപ്പി കളറ് മാറുമല്ലോ, അതുകൊണ്ട് അത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ അപ്പൊക്കെ ചുട്ട് സെറ്റാക്കട്ടെ കേട്ടോ. പിന്നെ ഇതാ ലഞ്ചിൻ്റെ ടൈമായിട്ടോ. ഈ ഒരു ടൈമിലാണ് കേട്ടോ പിന്നെ ഞാൻ ഫോൺ എടുക്കണത് തന്നെ. അങ്ങനെ ഇതാ നമ്മളെ സ്കൂളൊക്കെ വിട്ട് വന്നു. സമയം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ചോറ് തീമടണം കേട്ടോ. ചോറ് തീമടണം, എന്നിട്ട് വേണം നമുക്ക് കുളിക്കാൻ ഇതാക്കാനൊക്കെ പോകാനായിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മിന്നു ഇപ്പോൾ സ്കൂളിൽ വന്നിട്ട് ചോറ് കഴിച്ചിട്ടില്ല. നമ്മൾ അവിടുന്ന് ഒരു ചായയും കടിയും കുടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നും വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ആകെപ്പാടെ എന്തോ ഒക്കെപ്പാടെ തിരക്ക് പിടിച്ചിരുന്ന അവസ്ഥയാണ് കേട്ടോ. സ്കൂളിലെത്തിയിട്ടും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ലഞ്ചിൻ്റെ ടൈമിൽ കുറച്ച് ആ ലഞ്ചിൻ്റെ ഐറ്റംസ് ഒന്നും ഒരു വീഡിയോസ് എടുത്ത് വെച്ചൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്തൊന്നും നമ്മൾ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല. രാവിലെ ഇതുപോലെ മിന്നൂസ് ഒരു 8:15 7:50 ആയിക്കൊണ്ടോ ഇവിടുന്ന് പോയപ്പോൾ. 8:15 അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ പോയപ്പോൾ കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും ഇതുപോലെ വൈകി. എൻ്റെ ഇടയിലെ കാക്കൂൻ്റെ വിളി ഒക്കെ പാടെ തിരക്കായിട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇറങ്ങുന്ന സമയത്താണെങ്കിലും ആകെ കൂടെ വൈകിട്ടാണ് കേട്ടോ. നടന്നു പോകണം. ഓട്ടോക്ക് വണ്ടിയിൽ വിളിച്ചപ്പോൾ വണ്ടി കിട്ടിയില്ല കേട്ടോ. പിന്നെ നടന്നു പോയി. നമ്മൾ അവിടെ എത്തിയപ്പോൾ സ്കൂളിൽ നേരം വൈകിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് നല്ല പോലെ നേരം വൈകിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യം ചടപടയെന്ന് പറഞ്ഞാണ്ട് ഓടിച്ചു പോകുന്നതുകൊണ്ട് വീഡിയോസ് എടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി ഇന്നത് നമ്മളെ വിശേഷം എന്നാണ് രാവിലെ ചെറിയൊരു ഷൂട്ടും അതുപോലെ നമ്മൾ ഈവനിങ്ങിൽ വന്നിട്ടുള്ള പണികളാണ് കേട്ടോ. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ചോറ് തീമണം കേട്ടോ. ചോറ് തീമടല്ല, അരിയിട്ട് ചോറാക്കണം കേട്ടോ. ചോറെങ്ങനെ ചോറ് തീമടുക ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ലല്ലോ. നമ്മൾ അരിയൊക്കെ എടുത്ത് കൊടുന്നു. ഇനി അരി കഴുകിയിട്ട് അരി തീമട്ടെ കേട്ടോ. അതിന് പണിയൊന്നുമില്ല. 2 വിസിലടിച്ചാൽ നമുക്ക് ചോറായിട്ടോ. അതൊന്നും നമുക്ക് അത്ര വലിയ റിസ്ക് ഉള്ള കാര്യമല്ല. പിന്നെ ചിക്കനുണ്ട്, അത് നമുക്ക് നമ്മൾ കഴിക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്താക്കിയാൽ മതി, ഫ്രൈ ആക്കിയാൽ മതി. 2 നായി ഒരു നായി കഴിച്ചു വേണ്ടാക്കി നമ്മൾ വൈകുന്നേരത്തേക്ക് 2 നായി. ഇതൊക്കെ പണിയിലിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ. ഓക്കെ, ഈ ഒരു നായി അരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴുകി വരട്ടെട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിലാക്കിയിട്ട് ഇത് വെച്ചു കേട്ടോ. അപ്പം ഇനി ഇതൊരു 2 ആവില്ല കേട്ടോ. ഒരു 3 വിസിലടിച്ച് നമുക്കിത് ഓഫാക്കാം. പിന്നെ നമ്മൾ കഴിക്കണ സമയത്ത് വന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് എന്താക്കാം, ചിക്കനും ഫ്രൈ ആക്കി എടുക്കാൻ എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുക്കിയിട്ട് എന്ത് ചെയ്യണം, കുളിക്കാനായിട്ട് നോട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് മിനൂസിന് കുറച്ച് കാര്യങ്ങളും എഴുതാനും ഫോണിൽ നോക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതോളം നോക്കിക്കോളും. അതൊക്കെ ഞാൻ ഫ്രഷായിട്ട് വരട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ചായയും കടിയും അസർക്ക് ചായ ഒന്നും വേണ്ടാത്തതുകൊണ്ട് വലിയ ഇതില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പോന്നപ്പോൾ ഒന്നും ചോറുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചായയും കടിയും സാൻഡ്വിച്ചും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടാട്ടോ അവൾ പോന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡും കഴിക്കാതിട്ട് കേട്ടോ. ഇതായിട്ടാണ് നമ്മൾ അങ്ങനെ ചിക്കനെ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടായിരുന്നു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആക്കാം. ഈ ഒരു നേരത്തെ നമ്മളിവിടെ ഇരിക്കലില്ല കേട്ടോ. അപ്പോൾ ഗീച്ചിൽ തുടത്തിട്ടോ.
പെരും കൊതുകാണ് ഇവിടെ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പുകയിച്ചാൻ തുടത്തിട്ടോ. അതാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഏകദേശം 9 മണിയായിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അവിടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.